നമസ്കാരം, ജലഞ്ജരാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 10th പ്രിലിംസ്, LGS മാത്രമല്ല ഡിഗ്രി ലെവൽ ഉള്ള എക്സാം വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രി ലെവൽ എക്സാംസ് വരുന്നുണ്ട്, പ്രിലിമിനറി എക്സാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ. നമ്മുടെ 10th പ്രിലിംസിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും. അപ്പൊ നമ്മൾ അത് കുറച്ച് നന്നായിട്ട് പഠിക്കുന്നത്, കാരണം നമുക്ക് കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ വരുന്നത്. ഇപ്പം ഡിഗ്രി ലെവൽ നോക്കിയാലും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അത് മാത്രം പ്രതീക്ഷിച്ച് പോകാം. നമ്മൾ ഒൺവേർഡ് പ്രതീക്ഷിച്ച് പോകുന്നതിനേക്കാളും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് പോവാം. അപ്പം ഇതെന്ന് ചോദിക്കും, നമുക്ക് അറിയാം മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ വർഷങ്ങളായി പഠിക്കുന്നുണ്ട്, നമുക്ക് അറിയാം. പക്ഷെ നമുക്കിത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുമ്പോൾ ഡൗട്ട് വരുന്നുണ്ട്. ചെയർമാന്റെ എണ്ണം, ചെയർമാൻമാരുടെ എണ്ണം, അംഗങ്ങളുടെ എണ്ണം, അതൊക്കെ ആരൊക്കെയാണ്. മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും ഒക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് ചോദിക്കാൻ നമുക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇതാണോ ശരി, അതോ 6 അംഗങ്ങളാണോ 7 അംഗങ്ങളാണോ, പിന്നെ അതിന്റെ ഒരു സമിതിയിലെ അംഗങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയെന്നല്ല, കുറച്ച് നാളായി ചോദിക്കുന്നുണ്ട്. നമ്മള് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഏത് വിധത്തിൽ വന്നാലും മനുഷ്യാവകാശ കമ്മീഷൻ എഴുതാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. മനുഷ്യാവകാശ കമ്മീഷനും വേണ്ടിയിട്ട് എന്തായിരിക്കും, ഒരു മനുഷ്യാവകാശ നിയമം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം നിയമത്തിന് പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് മനുഷ്യാവകാശ നിയമം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ കുറച്ചേ ഉള്ളൂ. അതായത് മനുഷ്യാവകാശ നിയമത്തെ പറ്റി പഠിക്കണം, കേന്ദ്രം പഠിക്കണം, സംസ്ഥാനം പഠിക്കണം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു പോവാണ്. അത് ഏത് എക്സാം ആയാലും ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാംസിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു പോവാണ്. ഓക്കെ, അപ്പൊ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28 മാറിപ്പോരുത്. മനുഷ്യാവകാശ കമ്മീഷൻ ആയിരിക്കും അതിന്റെ ഡേറ്റും ചോദിക്കും, നിയമത്തിന്റെ ഡേറ്റും ഒക്കെ നമ്മുടെ ഓപ്ഷനിൽ കാണും. സോ അതുകൊണ്ട് തെറ്റരുത്. ഇനി നിങ്ങൾ ഇത് വീണ്ടും ഒന്നേന്ന് പഠിക്കേണ്ട ആവശ്യം വരുന്നത്, ഇത് പഠിച്ചു പോവുക. 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ നിയമം പാസ്സാക്കുന്നത്. ഓക്കെ, അതിലെ അധ്യായങ്ങള് 8, വകുപ്പ് 43. ഒരുപാട് നമ്പേഴ്സ് വരും, ഓർത്തിരിക്കുക. 1993 സെപ്റ്റംബർ 28 അധ്യായം എത്ര ഉണ്ട്? 8 അധ്യായങ്ങളുണ്ട്. വകുപ്പ് 43 ഓക്കെ ആണ്. അടുത്തത് ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ അടുത്ത് പറയുന്നത്. മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പാണ് 2(1)(c) എന്ന് പറയുന്നത്. ഇത് ഒരു 10th പ്രിലിംസ് എക്സാമിന് ചോദിച്ചതാണ്. അപ്പം ഓർത്ത് നോക്കിയേ, ഇപ്പം ഇത്രയും നല്ല ഒരു ക്വസ്റ്റ്യൻസ്, അതായത് ഇത്രയും കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പാണ് ചോദിച്ചിരിക്കുന്നത്. 2(1)(c) ആണ്. ഓക്കെ, ഇത് ഇന്ത്യ മുഴുവൻ ബാധകമാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അതിൽ ചോദിക്കും, ഇത് ഇന്ത്യ മുഴുവൻ ബാധകമാണ്. അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത്, ഇത് ജമ്മു കാശ്മീരിൽ ബാധകമല്ല. കാരണം അത് ആദ്യം ജമ്മു കാശ്മീരിൽ ബാധകമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഇപ്പൊ ഇത്രയും പ്രസക്തി ഉള്ളത്. ഓക്കെ, ഇത് ഇന്ത്യ മുഴുവൻ ബാധകമാണ്. അപ്പൊ നിങ്ങൾക്ക് ജമ്മു കാശ്മീരിൽ ബാധകമല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതെന്താണ്? ഇന്ത്യ മുഴുവൻ ബാധകമാണ്. പണ്ട് അങ്ങനെ ബാധകമല്ലായിരുന്നു, ഇപ്പൊ ബാധകമാണ്. അടുത്ത് 2 തവണ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2006-ലും 2019-ലും. ഓർത്തിരിക്കുക, 2006-ലും 2019-ലും ഇത് അമെൻമെന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത്, മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതും സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ കൊടുക്കാം. അത് എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാല്, പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് എന്ത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അതായത് ഭരണഘടനയിൽ ഉണ്ടായിരുന്നതല്ല, അതിനുശേഷം പാർലമെന്റിൽ ഒരു പാസ്സാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു സ്ഥാപനങ്ങളെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്ഥാപനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ എങ്ങനെയാണ്? ഭരണഘടന ഉണ്ടാക്കിയപ്പോഴേ ഉള്ളതാണ്. അപ്പോൾ പാർലമെന്റ് പാസ്സാക്കി, പിന്നീട് പാർലമെന്റ് പാസ്സാക്കിയതിനു ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ, ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അപ്പോ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. മനുഷ്യാവകാശ നിയമം എപ്പോഴാണ് നിലവിൽ വന്നത്? 1993 സെപ്റ്റംബർ 28 അധ്യായം 8 ഉണ്ട്. വകുപ്പ് 43. പിന്നെ അതിനെ കുറിച്ച്
മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പാണ് 2(1)(c) എന്ന് പറയുന്നത്. ഇത് എന്താണ്, ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഇത് എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 2 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്, 2006-ലും 2019-ലും. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നോക്കുന്നത്. 1993 ഒക്ടോബർ 12-നാണ്. മനുഷ്യാവകാശ നിയമം 1993 സെപ്റ്റംബർ 28-ആണ്. വർഷം സെയിം തന്നെയാണ്. അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഒക്ടോബർ 12-ആണ്. മറന്നു പോകരുത്, ഒക്ടോബർ 12. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മാനവാധികാർ ഭവനാണ്. ഇവിടെ ന്യൂഡൽഹിയിലെ മാനവാധികാർ ഭവനാണ്. പിന്നെ അംഗങ്ങളുടെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അംഗങ്ങളുടെ എണ്ണം 6 ആണ്. ഒരു ചെയർമാനും 5 സ്ഥിര അംഗങ്ങളും. ഒരു ചെയർമാനും 5 സ്ഥിര അംഗങ്ങളുമാണ്. പിന്നെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി. ഇവര് ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നതും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതി. അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മാറ്റം ഒന്നും വരുന്നില്ല, രാഷ്ട്രപതിയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ഗവർണർ എന്നുകൂടെ നിങ്ങൾക്ക് തരും. അത് ഗവർണർ അല്ല, അത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വരുമ്പോഴാണ് ഗവർണർ വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എല്ലാം എന്ത് തന്നെയാണെന്ന് ഓർത്തു വയ്ക്കുക, എല്ലാം രാഷ്ട്രപതി തന്നെയാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് കൊടുക്കുന്നതും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. അതുപോലെ ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. റിപ്പോർട്ട് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണ്. അപ്പൊ അവര് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക് തന്നെയായിരിക്കും? കേന്ദ്ര സർക്കാരിന് തന്നെയായിരിക്കും. പിന്നെ ഇതിന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇത് ഓർത്തിരിക്കാം. പിന്നെയും നമ്മൾ ഒരുപാട് കമ്മീഷൻസ് പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചിലതിൽ 60 വയസ്സായിരിക്കും, 65 വയസ്സായിരിക്കും, 5 വർഷമായിരിക്കും. സോ ഇത് ഓർത്തിരിക്കുക, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. 1993 ഒക്ടോബർ 12-ന് നിലവിൽ വന്നു. എവിടെയാണ് ആസ്ഥാനം എന്ന് ചോദിച്ചാൽ മാനവാധികാർ ഭവൻ ന്യൂഡൽഹിയിലാണ്. അംഗങ്ങളുടെ എണ്ണം 6 ആണ്. ഒരു ചെയർമാനും 5 സ്ഥിര അംഗങ്ങളുമാണ്. ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്ന രാഷ്ട്രപതി, രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിനാണ്. ഇതിന്റെ കാലാവധി, അതായത് അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഓക്കെയാണ്. ഇനി മെയിൻ ആയിട്ട് പഠിക്കേണ്ടതാണ് യോഗ്യത. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് കൺഫ്യൂസിംഗ് ഉണ്ടായിട്ട് ചോദിക്കുന്നതാണ് യോഗ്യത എന്ന് പറയുന്നത്. കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. ചെയർമാൻ മൊത്തം എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്? ഒരു ചെയർമാനും 5 അംഗങ്ങളും, മൊത്തം 6 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചെയർമാൻ ആരെന്ന് ചോദിച്ചാല്, അതായത് ചെയർമാൻ ആവേണ്ട യോഗ്യത എന്തെന്ന് ചോദിച്ചാല് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ്. എന്താണ്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ്. അപ്പൊ ചെയർമാന് മാത്രമേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് വരുന്നുള്ളൂ. ചെയർമാന് മാത്രമേ സുപ്രീം കോടതി, പിന്നെ വരുന്നത് ജഡ്ജിയാണ് കേട്ടോ. അപ്പൊ ചെയർമാൻ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജാണ്. പോസ്റ്റുകൾ താഴേക്കാണ് വരുന്നത്, ഓർത്തിരിക്കുക. അപ്പൊ ചെയർമാൻ ആരാണ്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ്. ഓക്കെ ആണല്ലോ. അടുത്തത് വിരമിച്ചതോ നിലവിലുള്ളതോ ആയ സുപ്രീം കോടതി ജഡ്ജ്. ചെയർമാൻ ആണിത്. ബാക്കി എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങൾ. ആ 5 അംഗങ്ങളുടെ യോഗ്യതയാണ് എന്ത് ഇവിടെ പറയുന്നത്? വിരമിച്ചതോ നിലവിലുള്ളതോ ആയ സുപ്രീം കോടതി ജഡ്ജ്. വിരമിച്ചതാവാം, നിലവിലുള്ളതാവാം. അപ്പൊ ആ പോസ്റ്റ് വഹിക്കുന്നവർക്കും ഇത് വഹിക്കാമെന്നാണ് അതിൽ പറയുന്നത്. വിരമിച്ചതോ നിലവിലുള്ളതോ ആയ സുപ്രീം കോടതി ജഡ്ജാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ല, സുപ്രീം കോടതി ജഡ്ജ്. അടുത്തത് വിരമിച്ചതോ നിലവിലുള്ളതോ ആയ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അത് ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ. അപ്പൊ ചെയർമാൻ എന്താണ്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ്. അടുത്ത് 5 അംഗങ്ങളുണ്ട്. ആ അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് വിരമിച്ചതോ നിലവിലുള്ളതോ ആയ സുപ്രീം കോടതി ജഡ്ജ്. അടുത്ത് വിരമിച്ചതോ നിലവിലുള്ളതോ ആയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. മാറിപ്പോരുത്, എന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും, മാറരുത്. അടുത്ത 3 പേരുണ്ടല്ലോ. ഇപ്പം ഒരാള് ചെയർമാനായി, പിന്നെ ബാക്കി 2 പേരായി, ഇനിയുണ്ട് 3 പേര്, മൊത്തം 6 പേരാണല്ലോ. അടുത്ത അവകാശത്തെ കുറിച്ച് പ്രായോഗിക അറിവ് നേടിയവർ എത്ര? 3 പേര്. ബാക്കി 3 പേര് എങ്ങനെയുള്ളവരായിരിക്കണം? മനുഷ്യാവകാശത്തെ കുറിച്ച് പ്രായോഗികമായി അറിവ് നേടിയ 3 പേർ. അതിൽ ഒരാൾ എന്തായിരിക്കണം? വനിതയായിരിക്കണം. പിന്നെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ എത്ര പേരുണ്ട്? 6 പേരുണ്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ. ഓക്കെ. അപ്പൊ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ എത്ര പേരുണ്ടെന്ന് പറഞ്ഞു? 6 പേരുണ്ടെന്ന് പറഞ്ഞു. ആ 6 പേര് നമുക്ക് ആരാണെന്ന് നോക്കാം കേട്ടോ.
അപ്പൊ നമുക്ക് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. അവരാരൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തത് എന്താണ്? ചെയർമാൻ ആയിരിക്കും. ചെയർമാൻ, ആ ഒരു സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. ആരാണോ പ്രധാനമന്ത്രി അദ്ദേഹം ആയിരിക്കും. അടുത്ത് വരുന്നത് ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രിയാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തത് ചെയർമാൻ ആരായിരിക്കും? ആ സമിതിയിൽ 6 പേരുണ്ട്. ആ 6 അംഗ സമിതിയിലെ ചെയർമാൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. പിന്നെ വരുന്നത് ആരാണ്? ആഭ്യന്തരമന്ത്രിയാണ്. അത് കഴിഞ്ഞിട്ട് ലോക്സഭാ സ്പീക്കറാണ് കേട്ടോ. ലോക്സഭാ സ്പീക്കർ. അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കർ അല്ലാതെ വരുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് കേട്ടോ. ഒപ്പോസിഷൻ ലീഡർ ആണ് കേട്ടോ. ലോക്സഭ ഒപ്പോസിഷൻ ലീഡർ ആണ്. അത് കഴിഞ്ഞിട്ട് ലോക്സഭ കഴിഞ്ഞു ഇനി രാജ്യസഭയാണ്. അപ്പൊ പിന്നെ വരുന്നത് രാജ്യസഭാ ഉപാധ്യക്ഷനാണ് കേട്ടോ. രാജ്യസഭാ ഉപാധ്യക്ഷൻ. 1 2 3 4 5 ഇനി ഒരാളുണ്ട്. അതാണ് രാജ്യസഭ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭ ഒപ്പോസിഷൻ ലീഡർ. ഇത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. കൺഫ്യൂഷൻ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതി, അതായത് ഈ ചെയർമാനും 5 അംഗങ്ങളും ഉണ്ടല്ലോ, അവരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. ആ 6 പേരിൽ ഒരു ചെയർമാൻ കാണുമല്ലോ. അത് ചെയർമാൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. രണ്ടാമത്തത് ആരായിരിക്കും? ആഭ്യന്തരമന്ത്രി ആയിരിക്കും. പിന്നെ ലോക്സഭാ സ്പീക്കറാണ്. അത് കഴിഞ്ഞിട്ട് ലോക്സഭ ഒപ്പോസിഷൻ ലീഡർ ആണ്. 5ാമത്തത് രാജ്യസഭ ഉപാധ്യക്ഷനാണ്. അത് കഴിഞ്ഞിട്ടുണ്ട് രാജ്യസഭ ഒപ്പോസിഷൻ ലീഡർ. ഇത്രയും പേരാണ് ആ 6 അംഗ സമിതിയിൽ വരുന്നത്. ഓക്കെ, അടുത്ത ഇതിൽ എന്ത് കാണും? എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ കാണും. എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ 7 ആണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം. ആദ്യ ചെയർമാൻ ആരാന്ന് ചോദിച്ചാല് രംഗനാഥ് മിശ്രയാണ് കേട്ടോ. ചിലപ്പോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ നമുക്ക് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കി. ഈ പറഞ്ഞ ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന, അതായത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ 6 പേരുണ്ട്. ആ സമിതിയിലെ അംഗങ്ങളും ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങളും തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭ ഒപ്പോസിഷൻ ലീഡർ, രാജ്യസഭാ ഉപാധ്യക്ഷൻ, രാജ്യസഭാ ഒപ്പോസിഷൻ ലീഡർ, ഇത്രയും വരുന്നതാണ് ഈ ചെയർമാൻ ഉൾപ്പെടെയുള്ള 5 പേരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലുള്ള 6 അംഗ സമിതി. ഇനി പറയുന്നത് അതിലെന്തുണ്ടാവും? ഒരു എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 7 പേരുണ്ടാവും. അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ എക്സ് ഒഫീഷ്യോ അംഗങ്ങള് ആരൊക്കെയാണെന്ന് നോക്കാം. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒന്ന് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. എല്ലാത്തിലും ചെയർമാൻമാരാണ്. എല്ലാ കമ്മീഷന്റെ ചെയർമാൻമാരാണ് ഇതിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. എത്ര പേരുണ്ട്? 7 പേരുണ്ട്. ഒന്ന് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആണ്. അപ്പൊ 2 ആരായിരിക്കും? പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, 3 പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ, അതായത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. എല്ലാം ചെയർമാൻമാരാണ് കേട്ടോ. അടുത്തത് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. കമ്മീഷൻ ചെയർമാൻ. 5ാമത് വനിതാ കമ്മീഷൻ ചെയർമാൻ. വനിതാ കമ്മീഷൻ. 6ാമത്തത് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. 7ാമത്തത് ഭിന്നശേഷി കമ്മീഷൻ ചെയർമാൻ. ഓക്കെയാണ്. അപ്പൊ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എത്ര പേരുണ്ട്? 7 പേരുണ്ട്. അവരാരൊക്കെയാണ്? പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ, പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, വനിതാ കമ്മീഷൻ ചെയർമാൻ, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ, പിന്നെ ആരാണ്? ഭിന്നശേഷി കമ്മീഷൻ ചെയർമാൻ. ഇത്രയുമാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. അടുത്ത ആദ്യ ചെയർമാനാണ് പഠിക്കുന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 2ാമത്തെ ചെയർമാൻ എം എൻ വെങ്കിട ചെല്ലയ്യ. ആരാണ്? എം എൻ വെങ്കിട ചെല്ലയ്യ.
അടുത്ത ചെയർമാനായ ആദ്യ മലയാളി എന്ന് പറയുന്നത് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ആണ്. അറിയായിരിക്കും നിങ്ങൾക്ക്. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്നതും ആര് തന്നെയാണ്? അദ്ദേഹം തന്നെയാണ്, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഓർത്തിരിക്കുക. അടുത്ത കമ്മീഷനിൽ അംഗമായ, നേരത്തെ പറഞ്ഞല്ലോ അംഗങ്ങളെ പറ്റി പറഞ്ഞല്ലോ, അംഗമായ ആദ്യ മലയാളിയാണെങ്കിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിലവിലെ ചെയർമാൻ ആണെങ്കിൽ വിജയഭാരതി സയാനിയാണ്. ഇത്രയാണ് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. എക്സ് ഒഫീഷ്യോ 7 ആദ്യ ചെയർമാൻ പറയുക, രണ്ടാമത്തെ ചെയർമാനെ ഓർത്തിരിക്കുക. പിന്നെ മലയാളി ആരായിട്ടുള്ള ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത്. പിന്നെ അംഗമായ, കമ്മീഷൻ അംഗമായ, ചെയർമാൻ അല്ല, കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണ്. നിലവിലെ ചെയർമാനെ കൂടെ പഠിച്ചു വെച്ചേക്കുക, വിജയഭാരതി സയാനി. ഇനി നമ്മൾ നോക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആണ് കേട്ടോ. അത് മറ്റേത് 1993 ആയിരുന്നു. ഇത് 1998 ഡിസംബർ 11 നിലവിൽ വന്നത്. 1998 ഡിസംബർ 11 ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം ആണ്. ഓക്കെ. അംഗങ്ങളുടെ എണ്ണം 3 ആണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളും. ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചെയർമാൻ ഉൾപ്പെടാതെ എത്ര അംഗങ്ങൾ, അല്ലെങ്കിൽ ചെയർമാൻ ഉൾപ്പെട്ട എത്ര അംഗങ്ങൾ, അങ്ങനെയൊക്കെ ചോദിക്കാം. സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോഴും ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഒരുപാട് കമ്മീഷൻസ് പഠിച്ചിട്ടാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. സോ അതുകൊണ്ട് ഓർത്തോർത്ത് പോവുക, എന്തെങ്കിലും കോഡ് വെച്ച് പഠിച്ചു പോവുക. അംഗങ്ങളുടെ എണ്ണം 3 ആണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണ് കേട്ടോ. ഇതില് ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ, രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്ക്, ചെയർമാനെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് മാത്രമാണ് ആര്? രാഷ്ട്രപതി. മറ്റേതിൽ എന്തായിരുന്നു? എല്ലാം രാഷ്ട്രപതിയായിരുന്നു അല്ലെ. ഇതില് നിയമിക്കുന്നതും രാജിക്കത്ത് നൽകുന്നതും മാത്രം ഗവർണർക്ക്. അപ്പം ഇതിന്റെ, അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ഹെഡായിട്ട് നമ്മൾ ഗവർണറെ ആണല്ലോ ഈ കമ്മീഷൻ. അപ്പം പുള്ളി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. പുള്ളിക്കാണ് നമ്മൾ രാജിക്കത്ത് നൽകേണ്ടത്. പക്ഷെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നീക്കം ചെയ്യുന്നത് ആരായിരിക്കും? രാഷ്ട്രപതി ആയിരിക്കും. അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ. മറ്റേത് കേന്ദ്ര സർക്കാരിനായിരുന്നു, ഇതെന്താണ്? സംസ്ഥാന സർക്കാരിനാണ്. ഇതിലും കാലാവധി സെയിം തന്നെയാണ്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത യോഗ്യത. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരുന്ന വ്യക്തി. മറ്റേത് സുപ്രീം കോടതിയായിരുന്നു. അപ്പൊ സംസ്ഥാനത്തിലേക്ക് വരുമ്പോ ചെയർമാന്റെ ആ ഒരു പോസ്റ്റും താഴേക്ക് വരും. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. ഓക്കെ. ആദ്യ ചെയർമാൻ ആരായിരുന്നു വെച്ചാല് ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. ജസ്റ്റിസ് MM പരീത് പിള്ള. ആദ്യ കമ്മീഷനിലെ അംഗങ്ങൾ S ബലരാമൻ, TK വിൽസൺ. ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞേക്കുന്നത്. ആദ്യ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? S ബലരാമൻ, TK വിൽസൺ. നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. സെക്രട്ടറി SK ജയകിഷൻ. മനുഷ്യാവകാശ ദിനം എന്താന്ന് ചോദിച്ചാല് ഡിസംബർ 10. അപ്പൊ ഇതൊക്കെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. കൂടുതലും ചോദിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലാണ്. അതും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒരുപാട് ചോദിക്കും. ഞാൻ ഈ പറഞ്ഞ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ കമ്മീഷനിലും ഇതൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഈ യോഗ്യത, അതായത് ഞാൻ ഇപ്പൊ പറയുന്നത് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു സമിതിയും എക്സ് ഒഫീഷ്യോ അംഗങ്ങളും തമ്മിൽ മാറിപ്പോകരുത്. അതാണ് ഇതിൽ കൂടുതലായിട്ടും തെറ്റിപ്പോകുന്നത്. എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നതും ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് പോവുക. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് ഈ അംഗങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ട് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത്. അത് നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.